ആശാ വർക്കേഴ്സിന്റെ സമരത്തിലെ സർക്കാർ അനുകൂല നിലപാടിൽ INTUC സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരന് KPCC അധ്യക്ഷന്റെ താക്കീത്. പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രവർത്തിക്കരുത് എന്ന് നിർദ്ദേശം നൽകി. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ KPCC മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇപ്പോൾ അത് കൃത്യമായി തന്നെ അദ്ദേഹത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, KPCC ഔദ്യോഗികമായി ആർ ചന്ദ്രശേഖരനെ താക്കീത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന കാര്യം. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ആർ ചന്ദ്രശേഖരനോട് പാർട്ടി വിശദീകരണം ചോദിച്ചിരുന്നു. അതിന് പിന്നാലെ KPCC ആസ്ഥാനത്ത് നേരിട്ടെത്തി ആർ ചന്ദ്രശേഖരൻ വിശദീകരണവും നൽകിയതാണ്. പക്ഷേ അതിനുശേഷവും തന്നോട് അങ്ങനെ ഒരു വിശദീകരണവും പാർട്ടി ചോദിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ആർ ചന്ദ്രശേഖരൻ സ്വീകരിച്ച നിലപാട്. ഇന്നലെയും അങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ KPCC ആർ ചന്ദ്രശേഖരനെ താക്കീത് ചെയ്തിരിക്കുന്നു. പാർട്ടി നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാടും ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് താക്കീത് നൽകിയിരിക്കുന്നത്. ഇനി അത്തരത്തിൽ എന്തെങ്കിലും നടപടി INTUCയുടെയോ സംഘടനാ പ്രസിഡന്റ് എന്ന നിലയിൽ ആർ ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നടപടി ഉണ്ടാകും എന്നുകൂടി മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഈ ആശാ വർക്കേഴ്സിനെ നേരത്തെ അധിക്ഷേപിച്ചതിന് പിന്നാലെ KPCCയുടെ ഇടപെടലിനും പിന്നാലെ ആർ ചന്ദ്രശേഖരൻ സമരത്തിനൊപ്പമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ സമരത്തിനൊപ്പമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷവും ആശാ സമരവേദിയിൽ തന്നെ ആർ ചന്ദ്രശേഖരനെ അധിക്ഷേപിച്ചുകൊണ്ട് ഈ SUCI നേതാവ് രംഗത്തെത്തിയിരുന്നു. ഇളമരം കരീമിന്റെ കക്ഷത്തിനിടയിൽ തലയിരിക്കുന്നയാളാണ് ആർ ചന്ദ്രശേഖരൻ എന്നുള്ളതായിരുന്നു അധിക്ഷേപം. ഇപ്പോൾ അല്പസമയം മുൻപ് K മുരളീധരൻ ആശാ സമരവേദിയിൽ എത്തിയിരുന്നു. അപ്പോഴും പാർട്ടി വിരുദ്ധ നിലപാടിന് വിരുദ്ധമായി ഏതെങ്കിലും സംഘടനകൾ പ്രവർത്തിച്ചാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, സർക്കാർ വിലാസം സംഘടനയായ INTUCയെ മാറ്റരുത് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ സമരം ഇന്ന് 57-ാം ദിവസത്തിലും നിരാഹാര സമരം 19-ാം ദിവസത്തിലുമാണ്. അല്പസമയം മുൻപ് K മുരളീധരൻ വന്ന് പോയതേയുള്ളൂ. അതുപോലെ തന്നെ വിവിധ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് പിന്തുണയുമായി എത്തിയിരിക്കുമ്പോൾ സിനിമാ താരം പൂജ ഇവരുടെ ഈ സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് ഏത് സാഹചര്യത്തിലാണ് പിന്തുണയുമായി എത്താൻ തീരുമാനിച്ചത്? ഇല്ല, ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി എൻ്റെ അമ്മയും ഒക്കെ പറഞ്ഞിട്ടാണ് ഒന്ന് വന്ന് കാണാം എന്ന് വിചാരിച്ച് ഇവരെ. പിന്നെ നമ്മളിത് കാണുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു വാർത്തകളിലൊക്കെ. അപ്പം ഒരു ന്യായമായ ഒരു ആസ്കാരം തോന്നിയിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു ചെറിയൊരു വിഷമമുണ്ട് ഇത് ഇങ്ങനെ 27 ദിവസമായി. അപ്പോൾ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അനുഭാവപൂർണ്ണമായ സമീപനം അവരോട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. എനിക്ക് അത് ഉടൻ തന്നെ ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹം. അങ്ങനത്തെ ഒരു സമീപനം. സലീം, അതിനിടെ ഇന്നിപ്പോൾ തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കാനിരിക്കുകയാണല്ലോ വൈകിട്ട് 3 മണിക്ക്. അതിലെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നിവേദനം നൽകുമെന്ന് ആശാ വർക്കേഴ്സ് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അനുജ, ഈ സമരത്തിൽ അതായത് കഴിഞ്ഞ 57 ദിവസം ഈ സമരം ഇവിടെ തുടർന്നിട്ടും സംസ്ഥാനത്തെ തൊഴിൽ മന്ത്രി ഇങ്ങനെ ഒരു സമരത്തെക്കുറിച്ച് ഈ സമരക്കാർ ഏതെങ്കിലും നിലയിൽ ഫോൺ വഴി പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു വി ശിവൻകുട്ടി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഔദ്യോഗികമായി തന്നെ ഫോണിൽ കൂടി ഈ തൊഴിൽ മന്ത്രിയുടെ അപ്പോയിൻമെന്റ് തേടിയത്. അപ്പോയിൻമെന്റ് തേടിയതിന് പിന്നാലെ ഇന്ന് ഇപ്പോൾ ഈ അപ്പോയിൻമെന്റ് തേടിയതിന് പിന്നാലെ ഇന്ന് 3 മണിക്ക് ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ അവർ ഒരു നിവേദനം നൽകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഒരു ചെറിയ കൂടിക്കാഴ്ചയായിരിക്കും. എന്താണെങ്കിലും അതൊരു ചർച്ചയുടെ സ്വഭാവത്തിലേക്ക് മാറി. ഇന്ന് തന്നെ ഒരു പരിഹാര ഫോർമുല ഇവരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഔദ്യോഗികമായ ഒരു ചർച്ച, അതിന് പിന്നാലെ ഒരു പ്രശ്നപരിഹാരം അത് തൊഴിൽ മന്ത്രി എന്ന നിലയിൽ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സമരക്കാരുടെയും പ്രതീക്ഷ. മന്ത്രിയുടെ ചേംബറിൽ വൈകുന്നേരം 3 മണിക്കാണ് ചർച്ച. അനുജ, അതാണ് തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ നിന്ന് ഒരു ചർച്ച നടക്കുന്നുണ്ട് വൈകിട്ട് 3 മണിക്ക്. അതിലെന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള നമുക്ക് അറിയാൻ കഴിയും അല്പസമയത്തിനകം. അതിനിടെ ആ സമരം അവിടെ തുടരുകയും ചെയ്യുന്നു. ഒട്ടേറെ പേർ അവർക്ക് ഐക്യദാർഢ്യവുമായി അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്.